PC ജോർജിനെ കൊണ്ട് രക്ഷയില്ലാതെ നടക്കുകയാണ് എ ഗ്രൂപ്പുകാരായ കോൺഗ്രസുകാർ, പ്രത്യേകിച്ചും തിരുവഞ്ചൂരിനെ സ്നേഹിക്കുന്നവർ. സോളാറിലും ശാലു മേനോനിലും തുടങ്ങിയതാണ്. ഇപ്പോൾ മകൻ അർജുൻ രാധാകൃഷ്ണനെ ശരിപ്പെടുത്താൻ നടക്കുകയാണ് ചീഫ് വിപ്പ്. ഇതൊന്നും കണ്ടും കേട്ടും ഇടുക്കി DCC പ്രസിഡന്റ് റോയ് കെ പൗലോസിന് സഹിക്കുന്നേയില്ല. PC-യുടെ മകനിട്ടും പറഞ്ഞു കാര്യമായി. പാറക്കച്ചവടം, സ്ത്രീ പീഡനം, പിടിച്ചുപറി തുടങ്ങിയ പദങ്ങളും പ്രയോഗിച്ചു കളഞ്ഞു. ഏക്കടെ മകൻ പാറക്കച്ചവടമായിട്ട് നടക്കില്ല. നാട്ടിൽ മുഴുവൻ കുറിക്കും ബാക്കി എല്ലാത്തിനും ഷെയറുമായിട്ടും ആളുകളെ പീഡിപ്പിച്ചും പിടിച്ചുപറിച്ചും നടക്കുന്നതിന് മറ്റുള്ള ആളുകൾ എന്ത് ചെയ്യാൻ പറ്റും? മാന്യന്മാർ വർത്താനം പറയും. ഏക്കടെ മകൻ പാറക്കച്ചവടമായിട്ട് നടക്കില്ല. നാട്ടിൽ മുഴുവൻ കുറിക്കും ബാക്കി എല്ലാത്തിനും ഷെയറുമായിട്ടും ആളുകളെ പീഡിപ്പിച്ചും പിടിച്ചുപറിച്ചും നടക്കുന്നതിന് മറ്റുള്ള ആളുകൾ എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ വിവരം കേട്ടോ വർത്താനം എന്നോട് ചോദിക്കാം. കേരള രാഷ്ട്രീയത്തിൽ ഇത്രയും മോശമാക്കിയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാള് PC ജോർജാണ് എന്റെ യഥാർത്ഥത്തിൽ. അതായത് തിരുവഞ്ചൂരിന്റെ മകനെ പറ്റിയായിരിക്കും പുള്ളി അത് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഒരു യഥാർത്ഥ മുഖം, സത്യത്തില് ഈ മാധ്യമങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യമാണ് അദ്ദേഹത്തെ ഇത്രയും വഷളാക്കിയിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഓഹോ, ചാട്ട കൊണ്ടടി കൊടുക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു പോയത്, അത് കൊടുക്കേണ്ട സമയം കഴിഞ്ഞു പോയതാണ്. എന്നാലേ കേരള രാഷ്ട്രീയത്തിൽ ഇത്രയും ഇന്നൊരു പുച്ഛത്തോടെയല്ലേ ആളുകൾ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകളെയൊക്കെ കാണുന്നത്. വളരെ പുച്ഛത്തോടെ ആളുകൾ കാണുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു വിവേകമുള്ള ആളുകൾ ആരും കേരള രാഷ്ട്രീയത്തിൽ PC ജോർജിന്റെ പ്രസ്താവനകൾ അതിനെ ഒരു നല്ലതാണ് എന്നുള്ള നിലയിൽ പരിഗണിക്കും, അല്ലെങ്കിൽ ആ രീതിയിൽ വിലയിരുത്തപ്പെടുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കും. മക്കളെ പഠിപ്പിക്കാം, മക്കളെ കൊള്ളയടിക്കാൻ പറ്റരുത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മോന് MG യൂണിവേഴ്സിറ്റിയിൽ ഗോൾഡ് മെഡലിസ്റ്റാ. എന്താ ഈ ഗോൾഡ് മെഡലിസ്റ്റ്? ആ കൊച്ചിന് എവിടെയെങ്കിലും പോയി ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയി ജോലി ചെയ്യുന്നതിന് എന്തോന്നാ കുഴപ്പമുള്ളത്? എന്താ ഈ ഗോൾഡ് മെഡലിസ്റ്റ്? എന്താ അസുഖമുള്ളത്? എന്താ ഈ ഗോൾഡ് മെഡലിസ്റ്റ്? അതൊരു മാന്യത വേണ്ടേ? അതൊരു മന്ത്രിയുടെ മക്കളായി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അവർ ജീവിക്കണ്ടേ? ഈ ഗോൾഡ് അത് എല്ലാ അതിർവരമ്പുകളും കടന്നിരിക്കുക. എല്ലാ ആനുകൂല്യങ്ങളും ഈ ഗവൺമെന്റിന്റെ പറ്റിക്കൊണ്ട് നടക്കില്ല. എന്തെങ്കിലും യോഗ്യതയുണ്ടെങ്കിൽ ആ വണ്ടിയെ സഞ്ചരിക്കാൻ കൊള്ളാവോ? ആ 100-ാം നമ്പർ വണ്ടിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടല്ലേ ഈ പണി മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു ഗവൺമെന്റിനെതിരായിട്ട് ഇതുപോലെ പറയാൻ കൊള്ളാവോ? സർക്കാരിന്റെ എല്ലാ സൗകര്യങ്ങളും സൗജന്യങ്ങളും മുഴുവൻ പറ്റിക്കൊണ്ട് എത്ര അപഹാസ്യമാണ്. അതെന്താ അങ്ങനെ അദ്ദേഹം ചിന്തിക്കാത്ത? എന്താ മാന്യന്മാർ വർത്താനം പറയും. നേതാവും മന്ത്രിയും കടന്ന് മക്കളിൽ എത്തി നിൽക്കുന്ന ഈ യുദ്ധം എവിടെ ചെന്ന് അവസാനിക്കും എന്നാണ് ഐ ഗ്രൂപ്പുകാർ ചോദിക്കുന്നത്. സ്വന്തം മക്കളുടെ കാര്യത്തിൽ ഒരു കരുതൽ എടുത്തോളാനാണത്രേ ചെന്നിത്തല ഉപദേശിച്ചിട്ടുള്ളത്. ഇമാതിരി ചെയ്ത്തുകൾ ഗ്രൂപ്പിന് അതീതമായി എപ്പോൾ വേണേലും കയറി വരാലോ. ഇന്നത്തെ ഡെമോക്രസി ഇവിടെ പൂർണ്ണമാകുന്നു. നാളെ ക്രിസ്തുമസ് എഡിഷനുമായി കാണും വരെ നന്ദി, നമസ്കാരം.